ദൈവം എനിക്ക് സംഗീതം തന്നിരുന്നു, പക്ഷെ അതിന്റെ പുറത്തുള്ള ശബ്ദം തന്നില്ലടാ. അതായത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സംഗീതം ഇങ്ങനെ അല്പം പൊങ്ങിയിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ശബ്ദത്തിന് വേണ്ടി ഇരുന്നപ്പോ പാടേണത് എന്ന് പറഞ്ഞിട്ട് ദൈവം എന്നെ പറഞ്ഞിട്ട്. അത് എന്റെ തെറ്റല്ല, കാരണം എനിക്കറിയാം ഞാൻ തെറ്റുന്നതും എനിക്ക് അല്ലേടാ. എനിക്കറിയാം ഞാൻ പാടൂലെന്നുള്ള കാര്യം. അതെന്നെ ഒരു വലിയ തിരിച്ചറിവ്. ഈ സംഗീതമുള്ള കുട്ടി ഒരു പാട്ട് പാടുന്നുണ്ട് ഈ ശബ്ദത്തിൽ. ഇതിന് ശേഷം നിങ്ങൾ അറിയേണ്ടത് ദൈവം സംഗീതവും കൊടുത്തില്ല, ശബ്ദവും കൊടുത്തില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. രണ്ടുമുള്ള രണ്ട് കൂട്ടുകാരെ കൊടുത്താടാ. ആദ്യത്തെ ആഴ്ചയിൽ കാലം തെളിക്കണം, അമ്മയെ ഫോണിൽ വിളിക്കണം, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കണം. ആദ്യത്തെ ആഴ്ചയിൽ ജോഗിംഗ് തുടങ്ങണം, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കണം, ഇനി ഷുഗറുള്ള ഫുഡൊക്കെ കുറക്കണം. നെയിൽ പോളിഷ് എന്നും ഇനി മാറ്റണം, ഡ്രസ്സിന് മാച്ചുള്ള ബാഗ് പിടിക്കണം, വാട്സാപ്പിൽ കോണ്ടാക്ട്സ് കൂട്ടണം, FB-യിൽ 1000 ഫ്രണ്ട്സ് തികയ്ക്കണം. ആദ്യത്തെ ചിട്ടിയിൽ നറുക്കൊന്ന് വീഴണം, ഷോപ്പിംഗ് ചെയ്ത് പൊളിക്കണം, ഏട്ടൻ ചോദിച്ചാൽ കൊഞ്ഞണം കുത്തണം. ആദ്യത്തെ പ്രോജക്റ്റ് ഡെഡ്ലൈനിൽ തീർക്കണം, ബോസിനെ കയ്യിൽ എടുക്കണം, പിന്നെ ഓഫീസിൽ സ്റ്റാറായി മാറണം. നാട്ടില് ഫ്ലാറ്റ് ഒന്ന് വാങ്ങണം, കുറഞ്ഞത് 4 ബെഡ്റൂം ഉണ്ടായിരിക്കണം, ഭാര്യയെ നാട്ടിലയക്കണം, ഫ്രണ്ട്സുമായി ബാങ്കോക്കിൽ ചുറ്റിയടിക്കണം. ആദ്യത്തെ ആഴ്ചയിൽ കാലം തെളിക്കണം, അമ്മയെ ഫോണിൽ വിളിക്കണം, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കണം. ആദ്യത്തെ ആഴ്ചയിൽ ജോഗിംഗ് തുടങ്ങണം, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കണം, ഇനി ഷുഗറുള്ള ഫുഡൊക്കെ കുറക്കണം.